സമസ്ത ലീഗ് നേതാക്കൾ നടത്തിയ വാർത്താ സമ്മേളനത്തോടെ എല്ലാം അവസാനിച്ചെന്ന് ലീഗ് വിരുദ്ധ വിഭാഗം നേതാവായ ഹമീദ് ഫൈസി അമ്പലക്കടവ്. സമസ്തയെ സമ്മർദ്ദത്തിലാക്കാനോ വിമത വഴിവെട്ടാനോ ആർക്കും കഴിയില്ല. എല്ലാം ക്ലിയർ എന്നും സമസ്ത മുന്നോട്ടെന്നും ഹമീദ് ഫൈസി ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. മുഹമ്മദ് അസ്ലം ചേരുന്നുണ്ട്. അസ്ലം, ഇത് ഒരു സമസ്തയിലെ ഈ പറയുന്ന ലീഗ് വിരുദ്ധ വിഭാഗത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണമായി കാണണോ, ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ പ്രതികരണമോ? ഇതിൽ ഏതെങ്കിലും വിഭാഗത്തിന് ഔദ്യോഗിക പ്രതികരണങ്ങൾ ഉണ്ടാവില്ല. കാരണം അങ്ങനെ ഏതെങ്കിലും രണ്ട് വിഭാഗങ്ങളായിട്ട് അവർ ഔദ്യോഗികമായി പറയുകയോ അങ്ങനെ ചെയ്യത്തില്ല. അതേസമയം ലീഗിലെ സമസ്തയിലെ ലീഗ് വിരുദ്ധ വിഭാഗത്തിലെ പ്രധാനപ്പെട്ട നേതാവാണ് ഹമീദ് ഫൈസി അമ്പലക്കടവ്. അദ്ദേഹം ഈ ചർച്ചകൾക്ക് ശേഷം അല്പസമയത്ത് മുമ്പ് ഇട്ട പോസ്റ്റിലാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ പറയുന്ന കാര്യം എല്ലാം ക്ലിയർ, അൽഹംദുലില്ലാ, എല്ലാ കാര്യങ്ങളും ഇപ്പോ സമസ്ത വിളിച്ച മീറ്റിംഗ് ബഹിഷ്കരിച്ച ദുഷ്പ്രചരണത്തിന് ഒരു ദിവസം പോലും ആയുസുണ്ടായില്ല എന്ന് തുടങ്ങി കാര്യങ്ങൾ. അതായത് ഇതുമായി ബന്ധപ്പെട്ട് സമസ്തയിലെ ഒരു വിഭാഗത്തിനെതിരെ ഉയർന്ന എല്ലാ ആരോപണങ്ങളും ഇതോടെ തീർന്നിരിക്കുന്നു. ജിഫ്രി തങ്ങൾ, അതോടൊപ്പം തന്നെ സാദിഖലി തങ്ങൾ, പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ എല്ലാവരും നടത്തിയ വാർത്താ സമ്മേളനത്തോടു കൂടി എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തു, ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. എല്ലാം ക്ലിയർ, സമസ്ത മുന്നോട്ട്, സമസ്തയെ സമ്മർദ്ദത്തിലാക്കാനോ വിമത വഴിവെട്ടാനോ ആർക്കും കഴിയില്ല എന്നുകൂടി പറഞ്ഞാണ് അദ്ദേഹം നടത്തുന്നത്. അതായത് ഇപ്പോൾ നടന്ന ചർച്ച സമസ്തയിലെ ലീഗ് വിരുദ്ധ വിഭാഗം പങ്കെടുത്തില്ലെങ്കിൽ പോലും ആ വിഷയത്തിന് സംഘടനാർത്ഥത്തിൽ കാണുകയും അവർക്കുള്ള ഒരു താൽക്കാലിക അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പോ അല്ലെങ്കിൽ അവർ ബഹിഷ്കരിച്ചെന്ന കാര്യമൊന്നും. പക്ഷേ ഈ ഒരു പോസ്റ്റ് കൊണ്ട് ഒരു സമാധാനത്തിലേക്ക് ഇല്ലെങ്കിൽ ഒരു സംവാദത്തിലേക്ക് കാര്യങ്ങൾ എത്തിയെന്ന് വിശ്വസിക്കാനും പറ്റില്ലല്ലോ, അല്ലെ? ഇനിയുള്ള ചർച്ചകളിൽ പങ്കെടുക്കാനുള്ള സാധ്യതയാണോ? ചർച്ചകൾ ഇനി എന്നായിരിക്കും? ഈ 11-ാം തീയതിക്ക് മുമ്പ് നടത്തേണ്ടതായിട്ടുള്ള സമ്മർദ്ദമുണ്ടോ ഇരു കൂട്ടർക്കും? അല്ല, ഇനി എന്തായാലും മുഷാവറയ്ക്ക് മുമ്പ് ഇനി ഒരു ചർച്ച ഉണ്ടാവില്ല. അടിയന്തരമായ ഘട്ടത്തിൽ ഒരു ചർച്ച ഉണ്ടാവാനും വഴിയില്ല. മാത്രമല്ല, ജിഫ്രി ഇക്കാര്യത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, സമസ്ത മുഷാവറയ്ക്ക് മുമ്പ് ഇക്കാര്യത്തിൽ ഉണ്ടാവില്ലായിരുന്നു. അതേസമയം ഇനി ചർച്ചകൾ ഉണ്ടാവുമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഇന്ന് വളരെ പെട്ടെന്ന് തന്നെ മുഷാവറയ്ക്ക് മുമ്പ് ഒരു യോഗം, ഒരു സമസ്ത ചർച്ച നടത്തിയതിലൂടെ സമസ്ത ആദർശ സമിതിക്കെതിരെ നടപടി, മുഷാവറ എടുക്കാൻ സാധ്യതയുള്ള നടപടി ഒഴിവാക്കാനായിരുന്നു ഈ ശ്രമം. അതുകൊണ്ട് തന്നെ അത്തരം ഒരു യോഗത്തിൽ പോകേണ്ടതില്ല എന്നാണ് ഈ സംസ്ഥ ലീഗ് വിരുദ്ധ വിഭാഗം എടുത്തിരുന്ന നിലപാട്. അതായത് ഇന്ന് പരസ്യമായി ജിഫ്രി തങ്ങൾ ഈ വിഭാഗത്തെ, ചർച്ചയിൽ പങ്കെടുത്ത വിഭാഗത്തെ തള്ളിക്കളഞ്ഞില്ല. അവർക്ക് അസൗകര്യം കൊണ്ട് അറിയിച്ചിരുന്നു. അതുകൊണ്ടാണ് വീണ്ടും ചർച്ചകൾ നടത്തുമെന്ന് പറഞ്ഞ് അതിനെ വളരെ മയത്തിലാണ് കൈകാര്യം ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇരു വിഭാഗങ്ങൾക്കും ശരിക്കും സന്തോഷം അല്ലെങ്കിൽ സംതൃപ്തിയുള്ള ഒരു കാര്യമായിട്ടാണ് ഇപ്പോൾ അവരുടെ പ്രതികരണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് 11-ാം തീയതിയുള്ള മുഷാവറയിലാണ്. അന്ന് എന്ത് നിലപാടെടുക്കും, അന്ന് ഈ സമസ്ത ആദർശ സമിതിക്കെതിരെ നിലപാടെടുക്കുമോ, അല്ലെങ്കിൽ ഉമർ ഫൈസി ഉൾപ്പെടെയുള്ള ആൾക്കാർക്കെതിരെ ഇവർ ആവശ്യപ്പെടുന്നതനുസരിച്ച് നിലപാടെടുത്ത് തീരുമാനമെടുക്കുമോ എന്നാണ് അവർ കാത്തിരിക്കുന്നത്. എന്തായാലും മുഷാവറ വരെ എന്തായാലും താൽക്കാല വെടിനിർത്തൽ എന്ന സൂചനയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നൽകുന്നത്. ശരി അസ്ലം.